പൂക്കോയത്തങ്ങളുടെ അടുത്ത് വന്ന് മന്ത്രിച്ചൂതിയ കഥ പറഞ്ഞപ്പോഴേ മജീദ് സാഹിബിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ എപ്പോഴും വരുന്നൊരു കമൻ്റ് ഉണ്ട്, വഹാബിയാണ്, മുജാഹിദാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഈ ബ്രാൻഡ് വന്നതെന്ന് ഞാനെപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ മകള് ഇപ്പോൾ റെജീനയാണ് തോന്നുന്നു അല്ലേ, ഒരു എഴുത്തെഴുതിയിരുന്നു കഴിഞ്ഞ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. അതിൽ റെജീന പറയുന്നത് ഇങ്ങനെയാണ്: ചെറുപ്പം മുതൽ ഞങ്ങൾ കണ്ടുവരുന്നത് ഞങ്ങളുടെ മഹലിലെ സുന്നി പള്ളിയിൽ ദീർഘകാലം പ്രസിഡൻ്റായും നിലവിൽ വൈസ് പ്രസിഡൻ്റായും പ്രവർത്തിച്ചു വരുന്ന ഉപ്പയാണ്. ഇപ്പോഴും വൈസ് പ്രസിഡൻ്റാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ, നേരത്തെ പ്രസിഡൻ്റായിരുന്നു. സ്ഥിരം പോകാൻ പറ്റാത്തതുകൊണ്ടേ വൈസ് പ്രസിഡൻ്റേക്ക് വെച്ചേക്കാം. അപ്പോൾ ആ ഉപ്പ എങ്ങനെ മുജാഹിദായി എന്നുള്ളൊരു സംശയം ചോദിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എല്ലാ പരിപാടിക്കും പോകും. ഞാൻ ഈ സംഘടനയിലൊന്നും മെമ്പറല്ല, ഒന്നിൽ മെമ്പർഷിപ്പില്ല. ജാമ്യാനൂരിയിൽ എപ്പോഴും പോകുന്നു. ജാമ്യാനൂരി ആദ്യം മുതൽ പോകലുണ്ട്. പിന്നെ നൂരിഷ വന്ന കാലം മുതൽ നൂരിഷൻ്റെ ഇരുത്തൊക്കെ ഇങ്ങനെ ആലോചിക്കണം. മാസി തിരക്കമാതിരി രണ്ട് ഭാഗത്തുനിന്ന് ആളിങ്ങനെ വീശി കൊടുക്കും, വലിയ വിഷറിയിൽ. വിഷറിയില്ലേ, അതിങ്ങനെ വീശി കൊടുത്തിട്ട് ആചാരം പോയിട്ടിരിക്കുക. അങ്ങനെയുള്ള നൂരിഷിൻ്റെ പേര് അന്ന് മുതൽ ഞാനും റഹീമേശ്ശേരിയും സ്ഥിരമാണ്. ഞങ്ങൾ ചിലപ്പോൾ പത്രകാലിൽ പോയിരിക്കും, എന്നും സ്ഥിരമാണ് നമ്മളെ പരിപാടിക്ക്. എന്ന് വെച്ചാൽ അന്ന് ജാമ്യാനൂരി ഉള്ളൂ. അന്ന് ചെറുപ്പത്തിൽ നമ്മളവിടുന്ന് ബസ് ഇങ്ങനെ പോകുന്നത് ജാമ്യാനൂരിയൊക്കെ മാത്രമാണ്. അന്ന് വേറെ സ്ഥാപനത്തേക്ക് പോവല്ല. അപ്പം ഞാൻ എല്ലാ സംഘടനകളിലും പങ്കെടുക്കും. മുസ്ലിം ലീഗുകാരെന്നുള്ളവർക്ക് പോകേണ്ടി വരും ചില സ്ഥലത്ത്. എവിടെയും ഞങ്ങൾക്ക് മെമ്പർഷിപ്പില്ല. മാലിൽ മാത്രമേ മെമ്പർഷിപ്പുള്ളൂ. മാലിൽ ചെറുപ്പം മുതൽ ഞാൻ ചെറുപ്പം മുതൽ തന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പും പൊളിറ്റിക്കലെല്ലാ കണക്കും കാര്യവും ഞാൻ തന്നെ ചെയ്തത്. ശരി, ഇവിടെ വന്നപ്പോൾ അങ്ങനെ തന്നെ. എല്ലാവരും ആര് പറഞ്ഞാൽ ഞാൻ ആസ്വദിക്കും. പ്രസിഡൻ്റായി എത്ര കാലം ഉണ്ടായിരുന്നു മാലിലെ പള്ളിയിൽ? അത് കുറേ കാലം, 10-15 കൊല്ലമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വൈസ് പ്രസിഡൻ്റാണ്. വൈസ് പ്രസിഡൻ്റ് അങ്ങനെ ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് സുന്നിപ്പള്ളിയിലെ വൈസ് പ്രസിഡൻ്റാണ് ഇപ്പോൾ ആളുകൾ മുജാഹിദ് എന്ന് അറിയാം. ചിലവരിന്ന് ജമാഅത്ത് ഇസ്ലാമി അറിയും, ചിലർ തബ്ലീഗുകാരനാണ് അറിയും. തമിഴ് വന്ന് പറഞ്ഞു തബ്ലീഗിൽ ഞാൻ തബ്ലീഗിൽ ഇതിന് പോയിട്ടുണ്ട്, ജമാഅത്തിന് ഇത്തിഖാഫല്ല, ജമാഅത്തിന് അവരെ കൂടെ പോയിട്ടുണ്ട്. ഇത്തിഖാഫിന് ഞാൻ എല്ലാ കൊല്ലം കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ റമദാനിൽ ഞാൻ മെനി ഊട്ടിയിലായിരുന്നു. അവിടെ ഫോണൊന്നും ഇല്ല, അവിടെ വലിയ പള്ളി, വലിയ ആകാശത്തേനോ തോന്നും. അവിടെ മൊബൈൽ ഫോൺ ഉണ്ടാവില്ല. പിന്നെ തബ്ലീഗ് പള്ളിയിൽ പോയിരിക്കും. റമദാനിൽ ഞാൻ അതേ പള്ളിയിൽ പോയിരിക്കും, ഇത്തിഖാഫ് എടുത്തത് സൗകര്യം എടുത്ത്. അപ്പം ഞാൻ എല്ലാ സംഘടനകളിലും പോകുന്നുണ്ട്. ആ സംഘടനകളുടെ ഗുണദോഷങ്ങളെല്ലാം ഓരോന്നിനും എനിക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. മനസ്സിലായില്ല? ഈ മജീദ് സാഹിബിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചിത്രമുണ്ട്. അതായത് ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് ഈ തലയിൽ പലചരക്ക് കടയിൽ നിന്ന് സാധനങ്ങളായിട്ട് പോകുന്നൊരു ചിത്രം എപ്പോഴും ആളുകൾ ഇടയ്ക്ക് കൊണ്ടുവരാറുണ്ട്. അതായത് അത്രയും സാധാരണക്കാരനായിരുന്നു നേതാവ് എന്നുള്ള നിലക്ക്. അതായത് ഇപ്പോൾ ഞാൻ അന്ന് വായിച്ചൊരു പോസ്റ്റ്, ഇപ്പോൾ ഡോക്ടർ ആസാദ് എഴുതിയൊരു പോസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് ആ പോസ്റ്റിൽ പറയുന്നത്: ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയോ ഏരിയ ബ്ലോക്ക് നേതാവോ പോലും ഇത്ര ലളിതമായി നമ്മുടെ മുന്നിൽ കാണാനിട വന്നിട്ടില്ല. പ്രാദേശിക നേതാവാണോ പരിശുദ്ധ വെള്ളയിലേക്ക് വേഷം പകരും. നാട്ടിൻപുറ ജീവിതത്തെയും ഔപചാരിക അധികാര ബന്ധങ്ങളിലേക്ക് പെട്ടെന്ന് മാറ്റുന്ന മിടുക്കാണ് അവരിൽ പ്രകടമാവുക. അങ്ങനെയൊന്നുമില്ലാതെ ഒരു സംസ്ഥാന നേതാവിനെ ഇന്ന് കാണാൻ കഴിഞ്ഞത് ഭാഗ്യം. എല്ലാ വിയോജിപ്പുകൾക്കും അപ്പുറം ഒരടുപ്പവും സ്നേഹവും തോന്നുന്നു. ഞാൻ കണ്ടിട്ടില്ല അന്ന് ഡോക്ടർ ആസാദ് കോവിഡ് കാലമാണ്, ലോക്ക്ഡൗൺ, വാഹനങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു മോട്ടോർ വെഹിക്കിൾ എടുത്തായിരിക്കും, വേറൊരു വാഹനയിൽ പോകുന്നില്ല. ഞാൻ സാധാരണ കടയിൽ നിന്ന് സാധനം എടുത്തിങ്ങനെ വരുന്ന ആളാണ്. അതെപ്പോഴും പോകാറുണ്ട്. ഇത് കുറച്ചധികം ഉണ്ടായതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചു, കാരണം ആരും കാണൂലല്ലോ. മാത്രങ്ങളെ വേഷം അങ്ങനെയാണ്, ഒരു സാധാരണ കള്ളിത്തുണി കടയിൽ നിന്ന് വരാം. അങ്ങനെ വന്നാണ്, എടുത്താളില്ല. എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു ഈ സംസാരം. അതായത് ഇപ്പോൾ തിരൂരങ്ങാടിയുടെ MLA എന്നുള്ള നിലക്കാണ് ഏറ്റവും ഒടുവിൽ മജീദ് സാഹിബിൻ്റെ ഒരു പൊസിഷൻ നിൽക്കുന്നത്. ഇപ്പോൾ 655 കോടിയോളം രൂപയുടെ വികസനം ഈ 5 വർഷത്തിനുള്ളിൽ തിരൂരങ്ങാടി നടത്തി കഴിഞ്ഞു. ഇപ്പോൾ MLA ജനപ്രതിനിധിയായിട്ടും അതുപോലെ തന്നെ പാർട്ടിയുടെ കൈകാര്യകർത്താവായിട്ടും ഒരുപാട് കാലം പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അങ്ങ്. അപ്പോൾ ഇതിൽ ഏറ്റവും ആത്മസംതൃപ്തി ഏത് പൊസിഷനാണെന്നുള്ളൊരു ചോദ്യത്തോടു കൂടെ നമുക്ക് അവസാനിപ്പിക്കാമെന്നുള്ളത്. അല്ല, അതിൽ ആത്മസംതൃപ്തി എപ്പോഴും പാർട്ടി പ്രവർത്തകർക്കാണ്. പാർട്ടി പ്രവർത്തകന്മാരുടെ നമ്മൾ കാണിക്കുന്ന ആ സ്നേഹം, ബഹുമാനം, ആ അറ്റാച്ച്മെൻറ്റ് അതൊരു MLA കിട്ടൂല. അതുമല്ല, എന്നെപ്പോലെ ഉള്ള ഒരു പ്രകൃതി അനുസരിച്ചുള്ളൊരു ശീലമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ പാർട്ടി പ്രവർത്തകരും സിന്താബ വിളിച്ചും മറ്റും നടക്കുന്നതാണ് ഏറ്റവും സന്തോഷം. അപ്പോൾ എന്നോട് ഏതെങ്കിലും സ്വീകരിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പാർട്ടി എന്നാണ് എപ്പോഴും പറയാം.
മറ്റത് സെക്കൻഡ് ഓപ്ഷനും. പാർട്ടിയുടെ ഉത്തരവാദിത്വത്തോടാണ് കൂടുതൽ താല്പര്യം. എന്തായാലും ഇത്രയും നേരം സാഗർ ടോക്സുമായി സംവദിച്ചതിന് നന്ദി. താങ്ക് യു.